ഫ്രീ ആണ്. ആർക്കേത് കുടകൾ വേണമെങ്കിലും എടുത്തോണ്ട് പൊക്കോളൂ. ഫ്രീ ഫ്രീ 100% ഫ്രീ. ഫ്രീ ആയിട്ട് ഒരു കുട എടുത്താൽ മറ്റൊരു കുട ഫ്രീ. അച്ഛാ അയാൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊട തരാന്ന്. വാ നമുക്ക് ചെന്ന് എടുക്കാം. അയ്യോ രക്ഷിക്കണേ, അയ്യോ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, കുട വിൽപ്പനക്കാരനല്ല ഞാൻ, കുടകളുടെ രാജാവാണ്, രാജാവ്. ഞാനാണ് നമ്പർലാമാൻ. എന്താ ഇവിടെ സംഭവിച്ചത്? തീർച്ചയായിട്ടും അയാൾ മാഡ് മാക്സ് തന്നെയായിരിക്കും അയച്ചിരിക്കുന്നത്. എമിലി ചുൾബുൾ, നിങ്ങൾ ആരും അടുത്തേക്ക് വരരുത്. ഞാൻ ഇപ്പൊ വരാം. നല്ലവണ്ണം നിലവിളിക്ക, അവൻ വരും, തീർച്ചയായും വരും. റോബോ ബോയ് സ്യൂട്ട് ഓൺ. ആരാ നീ? അവരെല്ലാം വിട്ടേക്ക്. റോബോ ബോയ്, നൈസ് മീറ്റിംഗ് യു. മഴത്തുള്ളികൾ ഇതാ കിലുകില വരുന്നു. നിന്റെയൊക്കെ കഥ ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. കാരണം ഞാൻ കുട വിൽക്കുന്ന വിൽപ്പനക്കാരനല്ല, കുടകളുടെ രാജാവാണ് ഞാൻ, രാജാവ്. അമ്പർലാമാൻ. നിനക്ക് റോബോ ബോയ് അല്ലേ വേണ്ടത്? ഞാൻ ഇതാ എത്തിക്കഴിഞ്ഞു. അവരെ എല്ലാം വിട്ടേക്ക്. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഏറ്റുമുട്ട്. ഇവനെ വകവരുത്താൻ ഞാൻ ഇവനെ കുറച്ച് ദൂരത്തേക്ക് കൊണ്ടുപോയേ പറ്റൂ. അല്ലെങ്കിൽ ലേസർ ബീം കാരണം മറ്റുള്ളവർക്ക് പ്രശ്നമുണ്ടാവും. ചുൾബുളിനെ ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചേക്കാം. അവനും ഇതുപോലെ മേഘത്തിൽ സവാരി ചെയ്താൽ വളരെയധികം സന്തോഷിക്കും. അവന് കഴിക്കാനായിട്ട് ക്യാരറ്റും കൊടുക്കും. വാവ്, ഇത്രയധികം ക്യാരറ്റോ? കലക്കി. ചുൾബുൾ, താഴെ എല്ലാരും എന്റെ മഴ എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അവിടുത്തെ കാര്യം ഇവനോട് പറഞ്ഞ ഇവൻ അടുത്ത മിനിറ്റ് ഇവിടുന്ന് എസ്കേപ്പ് ആയി കളയും. വീറിനെ സഹായിക്കുന്നതിന് പകരം എന്തെങ്കിലും ഗുലുമാൽ ഒപ്പിക്കും. അതുകൊണ്ട് ഇവനോട് ഒന്നും പറയണ്ട. കുറെ നേരത്തേക്ക് സ്വൈര്യമായിട്ടിരുന്ന് ഈ ക്യാരറ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാം. പറ. എല്ലാം ഓക്കെ. വീർ അവിടെ ഉണ്ടല്ലോ, എല്ലാ കാര്യം അവൻ നോക്കിക്കോളും. അവൻ ഓൾറെഡി തന്നെ നമ്മളോട് പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരരുതെന്ന്. ഇപ്പൊ ഞാൻ മരങ്ങളിൽ കയറി എല്ലാ പഴങ്ങളും കഴിക്കാൻ പോവുകയാണ്. എല്ലാരും വരൂ, പെട്ടെന്ന് താഴേക്ക് ഇറങ്ങ്. ഇംലി, നീ ഇവിടെ തന്നെ നിക്ക്. ഞാൻ മേളിൽ പോയി നമ്മുടെ ലഗേജ് എടുത്തോണ്ട് വരാം. എല്ലാരും കേക്കൂ, ഞാൻ ഇവിടുത്തെ ലോക്കൽ കൂലിയാണ്. എല്ലാവരുടെ ലഗേജ് ഞാൻ ഇറക്കി തരാം. ഞങ്ങളുടെ സാധനങ്ങൾ ഞങ്ങൾ തന്നെ എടുത്തോളാം. നീ മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുത്താ മതി. വീർ, ഇത് ഞാനാ ചുണ്ടു. ദേ മൂലയിലിരിക്കുന്നുണ്ടല്ലോ, അത് ചുൾബുളാണ്. ഞങ്ങൾ ആരും മനസ്സിലാക്കില്ല, അതുകൊണ്ട് നീ ദേഷ്യപ്പെടണ്ട. ഷെടാ, നിങ്ങളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ. കൂലി, ആദ്യം എന്റെ സൂട്ട് കേസ് താഴെ ഇറക്കിത്താ. അതിന് നിന്റെ സൂട്ട് കേസ് ഏതാന്ന് പറഞ്ഞതാ. ഞാൻ നിന്നോടല്ല പറഞ്ഞത്, നിന്റെ കൂടെ ഒരു കൊച്ചു കൂലി നിൽപ്പുണ്ടല്ലോ, അവനോട് ചെയ്യാനാ ഞാൻ പറഞ്ഞത്. അവന്റെ പേര് വീരെന്നാണ്. എന്റെ കൂട്ടുകാരനെ കൂലിന്ന് പറയാണോ? അയ്യോ രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ, അയ്യോ എന്നെ വിട്. വരൂ, ഈ പഴയ ഫോർട്ടിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇത് കണ്ടോ, ഇതാണ് രാജാ ബാൻ സിംഗിന്റെ സ്റ്റാച്യു. ദാ ആ കാണുന്നതാണ് റാണി രൂപ്മതിയുടെ ശില്പം. ഈ ശില്പങ്ങളെല്ലാം 1000 വർഷം പഴക്കമുള്ളതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ ഹോളിന്റെ നടുക്കുള്ള ഈ ശില്പം ആരുടേതാ? അതെന്തിനാ നിങ്ങൾ ഇങ്ങനെ ചാടിക്കേറി ചോദിച്ചത്? എന്തായാലും പറഞ്ഞല്ലേ പറ്റൂ. അതൊരു ചെകുത്താന്റെ ശില്പമാണ്. പലരും പറയാറുണ്ട്, പൗർണമി രാത്രി അവസാനിക്കുന്ന സമയത്ത്
സൂര്യന്റെ ആദ്യത്തെ രശ്മി ഭൂമിയെ തൊടുന്നതിന് മുൻപ് ഈ ചെകുത്താൻ ജീവനോടെ വരുമെന്നാണ് പറയുന്നത്. ആ സമയത്ത് അവന്റെ കണ്ണിൽ പെടുന്നവരെ എല്ലാം അവൻ കൊന്നുകളയുമത്രേ. പിന്നെ ഇന്ന് പൗർണമി ദിവസമാണ്. നിങ്ങൾ എല്ലാവരും വളരെ സൂക്ഷിക്കണം കേട്ടോ. ഇവൻ തീർച്ചയായിട്ടും ജീവനോടെ വരും. ചെല്ല് ഡേഞ്ചർ ഡെവിൾ, വീറിന്റെ കഥ അങ്ങ് അവസാനിപ്പിച്ചേക്ക്. ഓൾ ദ ബെസ്റ്റ്. എന്താ അവർക്കിപ്പോ പറ്റിയത്? ഇവരെന്താ ഇങ്ങനെ സ്കേറ്റ് ചെയ്യുന്നത്? ദേ അവിടെ കോറിഡോറിന്റെ എൻഡിൽ പടിക്കെട്ടുകളാണുള്ളത്. അവരെ തടഞ്ഞു നിർത്തിയേ പറ്റൂ. കയറ് പിടിച്ചോ. വീർ, വീർ, നീ ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല മോനെ. താങ്ക് യു വീർ, താങ്ക് യു വെരി മച്ച് വീർ. താങ്ക് യു വീർ. നീ ഞങ്ങളെ തടഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ താഴെ വീണേനെ. ബണ്ടി, നീ എന്താ വീറിന് താങ്ക്സ് പറയാത്തത്? താങ്ക് യു വീർ. യു ആർ വെൽക്കം. ഇന്ന് ഞാൻ ഒരു അടിപൊളി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും എന്നെ പ്രശംസിക്കും. നിങ്ങൾ നോക്കിക്കോ, ശ്രദ്ധിച്ചു കേക്ക്. ഇന്നലെ ഞാനൊരു ഡോഗ് ട്രെയിനറുടെ അടുത്ത് സംസാരിച്ചിരുന്നു. ഇന്ന് അയാളുടെ ഡോഗിയെ നമ്മുടെ ഗേറ്റ് വഴി അകത്തേക്ക് കയറ്റി വിടും. പിന്നെ ആ ഡോഗി എല്ലാ സ്റ്റുഡൻസിനെയും കണ്ട് കുരയ്ക്കാൻ തുടങ്ങും. അത് കടിക്കുമെന്ന് വിചാരിച്ച് എല്ലാ സ്റ്റുഡൻസും ഓടിക്കൊണ്ടിരിക്കും. ആ സമയത്ത് നീ എന്ത് ചെയ്യും ബണ്ടി? ആ ഡോഗിക്ക് ഇംഗ്ലീഷിൽ എന്ത് പറഞ്ഞാലും അതിന് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഞാൻ അവനോട് പറയും സ്റ്റോപ്പ് ബാർക്കിംഗ്. അപ്പോ അത് കുരയ്ക്കുന്നത് പെട്ടെന്ന് നിർത്തും. എന്നിട്ട് ഞാൻ പറയും റൺ ഫ്രം ഹിയർ. അപ്പോ അത് പെട്ടെന്ന് തന്നെ ഓടിപ്പോവും. ഞാൻ അതിനെ ചേസ് ചെയ്യും. ആ ഡോഗി എന്നെ പേടിച്ച് ഗേറ്റിന്റെ പുറത്ത് നിൽക്കുന്ന അതിന്റെ ഓണറുടെ അടുത്ത് പോവും. എല്ലാ സ്റ്റുഡൻസിനെയും ആ ഡോഗിയുടെ അടുത്ത് നിന്ന് രക്ഷിച്ചതിന് എനിക്ക് സ്റ്റുഡന്റ് ഓഫ് ദി വീക്ക് ട്രോഫി കിട്ടും. ഞാൻ ഡോഗ് ട്രെയിനറുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി ഫോൺ കൊണ്ടുവന്നിട്ടുണ്ട്. ഹലോ, ബണ്ടി ഹിയർ. ഹലോ ബണ്ടി, ഞാൻ ഡോഗിനെ കൊണ്ട് വന്നോണ്ടിരിക്കുക. ഞാൻ അതിനെ ഗേറ്റ് വഴി അകത്തേക്ക് വിട്ടേക്കാം. അതെല്ലാരെയും കണ്ട് കുരയ്ക്കും. എല്ലാവരെയും ഓടിച്ചിട്ട് കടിക്കാൻ ശ്രമിക്കും. അത് കണ്ട് പേടിക്കണ്ട, അതാരെയും കടിക്കില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കണം, നിനക്ക് അതിനോട് സംസാരിക്കണമെങ്കിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാവൂ. നീ എന്ത് പറഞ്ഞാലും അതനുസരിക്കും. അവൻ ഇംഗ്ലീഷ് മാത്രമേ അറിയൂ. ഓക്കെ, അതിന് വേഗം പറഞ്ഞയക്ക്. ഞാൻ പുറത്തുള്ള പ്ലേ ഗ്രൗണ്ടിൽ തന്നെ ഉണ്ടാവും. ഓ, ഈ കാർ ഒന്ന് മര്യാദയ്ക്ക് സ്റ്റാർട്ട് ആകുന്നില്ലല്ലോ. ഇനി മെക്കാനിക്കിനെ എവിടെ കിട്ടും? നീ ആ ഡോഗിനെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. ഇത് നിങ്ങളുടെ ഡോഗിയാണോ? എന്തിനാ ഇങ്ങോട്ട് അതിനെ കൊണ്ടുവന്നത്? ഏയ് ചിൽഡ്രൻസ്, ദേ അത് കണ്ടോ, നല്ലപോലെ ട്രെയിൻ ചെയ്തിരിക്കുന്ന ഡോഗിനെ കൊണ്ടുവന്നിരിക്കുന്നത്. ടീച്ചേഴ്സും പ്രിൻസിപ്പളും എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഇപ്പൊ ഞാൻ എന്റെ ധൈര്യം പ്രകടിപ്പിക്കാൻ പോകുക. ഹേ ഡോഗ്, സ്റ്റോപ്പ് ബാർക്കിംഗ്. എന്താടാ നീ കിടന്ന് വെറുതെ കുരയ്ക്കുന്നത്? ഇനി ഞാൻ പറയുന്ന നീ കേക്ക്. അയ്യോ, സ്റ്റോപ്പ് സ്റ്റോപ്പ്. അയ്യോ, പോ.
സിറ്റി മുഴുവൻ ആരോ കൊള്ളയടിച്ചു പോയിരിക്കുകയാണ്. ഭൂതക്കുരങ്ങൻ കാരണം സിറ്റിയിൽ എല്ലാവരും വളരെ വിഷമത്തിലാണ്. ഇതൊരു അഡ്വാൻറ്റേജ് ആക്കി മാറ്റുകയാണ് ചോടൂടേരെ. പേടി കൊണ്ട് ജനങ്ങളാരും വീടിന് പുറത്തേക്ക് വരുന്നില്ല. എല്ലാ സ്ഥലത്തും ആരോ കൊള്ളയടിച്ചു പോകുന്നു. ഇന്നത്തെ ന്യൂസ് അവസാനിക്കുന്നു. ഇവിടെ ഭൂതവുമില്ല, ഭൂതക്കുരങ്ങൻ എന്ന് പറഞ്ഞ ആരുമില്ല. തീർച്ചയായിട്ടും ഇത് ഏതോ ഒരു കള്ളന്റെ കളിയായിരിക്കും. അവൻ ഭൂതമായിട്ട് വേഷമിട്ട് എല്ലാരെയും പേടിപ്പിക്കുക. അവനെ പേടിച്ച് ജനങ്ങളെല്ലാവരും വീടിന്റെ പുറത്തിറങ്ങാതിരിക്കും. അപ്പൊ അവന് എളുപ്പത്തിൽ കൊള്ളയടിക്കാനും പറ്റും. നീ പറഞ്ഞത് ശരി തന്നെയാണ് വീർ. ഇതേതോ കള്ളന്റെ പണിയാണ്. നമുക്കവനെ തീർച്ചയായിട്ടും പിടിച്ചേ പറ്റൂ വീർ. അത് ശരി, അപ്പൊ നീയാണല്ലേ ഭൂതക്കുരങ്ങ്. ഞാൻ അപ്പോഴേ സംശയിച്ചതാ. നിങ്ങൾ അലർട്ടായിരിക്കണം. ആരും എന്റെ പുറകെ വരുന്നുണ്ട്. അവൻ പറക്കുന്നുമുണ്ട്. വളരെ സൂക്ഷിക്കണം. കാണാൻ അവനൊരു കൊച്ചു ചെക്കനെ പോലെയുണ്ട്. എല്ലാവരും തിരിച്ചവരവരുടെ സ്ഥലങ്ങളിലേക്ക് പൊയ്ക്കോ. എല്ലാവരും ബേസ്മെന്റിലേക്ക് വാ. വേഗം വേണം. റോബോബോയ്, നിങ്ങൾക്കറിയാമോ, ഭൂതക്കുരങ്ങനെ പേടിച്ച് ജനങ്ങളെല്ലാം സിറ്റി വിട്ട് ഓടി പോവുകയാണ്. ഇന്നലെ രാത്രി ഓൾമോസ്റ്റ് നിങ്ങൾ ആ ഭൂതക്കുരങ്ങനെ പിടിച്ചതല്ലേ? പിന്നെന്ത് പറ്റി? ശരിയായിരുന്നു. അവസാന നിമിഷം എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. അത് ഭൂതമൊന്നുമല്ല, കള്ളന്മാരുടെ ഗ്യാങ് ആണ്. അവർ ഭൂതത്തിന്റെ വേഷത്തിൽ വന്ന് എല്ലാരും പേടിപ്പിക്കുകയാണ്. ഞാൻ അവനെ പിടികൂടും. ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, ആരും സിറ്റി വിട്ട് പുറത്തേക്ക് പോകണ്ട. ദയവ് ചെയ്ത് എന്നെ വിശ്വസിക്കൂ. എന്താ ഇവിടെ? എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നേ? അതിനെല്ലാം നിർത്തിവെക്ക്. അയ്യോ, എന്റെ തല കത്തുന്നേ. ഓടിക്കോ. നിക്ക് ഭാഷ, ഞാനും വരുന്നു. അയ്യോ, അയ്യോ, രക്ഷിക്കണേ. ഓടിക്കോ കുട്ടികളെ, വേഗം രക്ഷപ്പെട്ടോ. കമോൺ കമോൺ. വീർ, വേഗം ഓടിക്കോ. അവിടെയുള്ള റോബോട്ടേഴ്സ് ഒക്കെ നമ്മളെ അറ്റാക്ക് ചെയ്യാണ്. അവര് ലേസർ ബീം വെച്ച് നമ്മൾ ഫയർ ചെയ്തോണ്ടിരിക്കുക. കുട്ടികളെ എല്ലാരും അവരെ റൂമിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഓടിക്കോ വീർ, വേഗം ഓടിക്കോ. നിങ്ങൾ എല്ലാവരും ചെല്ല്. എന്താ പ്രശ്നമെന്ന് ഞാൻ നോക്കാം. വീർ, നീ നിക്ക്, ഞാൻ നോക്കിക്കോളാം. ഇത്ര ചെറിയ ടോയ്സ് ഇത്ര വലിയ അറ്റാക്ക് ചെയ്യുന്നെന്നോ? ഇപ്പൊ തന്നെ ചെന്ന് ഞാൻ എല്ലാത്തിനെയും ശരിയാക്കാം. ഡാ, എല്ലാം കെട്ടിപ്പെറുക്കി വിടുന്ന മര്യാദയ്ക്ക് പൊക്കോണം. ഈ ചിണ്ടുവിന് ദേഷ്യം വന്നാലുണ്ടല്ലോ, ചിന്ന ഭിന്നമാക്കി ആകാശത്തേക്ക് വലിച്ചെറിയും, പറഞ്ഞേക്കാം. ഞാൻ 3 വരെ എണ്ണും. 1, 2, 1 മിനിറ്റ്. ഞാൻ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കും താങ്ങാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് വീണ്ടും ഒരു ചാൻസ് തരാം. അകിടം പകിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ഓക്കെ, 1, 2, 3. മറന്നുപോയി. ഞാനിപ്പോ എവിടെയാ? അല്ല, ഞാനെങ്ങനെ ഇത്ര ചെറുതായത്? അയ്യോ, ഈ കാക്ക പരുന്തിന്റെ അത്രയുണ്ടല്ലോ. എന്നെ രക്ഷിക്കണേ, ഹെൽപ്പ്. ഇനിയിപ്പൊ ഞാൻ കളത്തിൽ ഇറങ്ങിയേ പറ്റൂ. എമിലി, ചുൾബുൾ, നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ നിൽക്കേ. ഒരു മിനിറ്റ്, ഞാനിപ്പോ ഡോർ തുറന്നു വിട്ടേക്കാം. ചുൽബുൾ, നീ ചെന്ന് ടിംബറ്റൂന് പണിയെടുക്കും. ഞാൻ വീറിനെ രക്ഷിച്ചിട്ട് വരാം. ഹലോ ബോസ്, വീർ ഇപ്പോൾ പൂർണ്ണമായും നമ്മുടെ കൺട്രോളിലാണ് ബോസ്. കണ്ടോടാ, എന്റെ ചെറിയ റോബോട്ട്സിന്റെ പവർ എന്താണെന്ന് മനസ്സിലായോ നിനക്ക്? ഐ എം എ ജീനിയസ്, സൂപ്പർ ഡ്യൂപ്പർ ജീനിയസ്.
എന്നെ അഴിച്ചുവിട്.